എന്റെ ലക്ഷ്യം തിരഞ്ഞെടുപ്പ് പ്രവചിക്കലല്ല, മറിച്ച് അക്കങ്ങൾക്കും കണക്കുകൾക്കും പിന്നിലുള്ള ഒരു ജനതയുടെ കഥ മനസ്സിലാക്കുകയാണ്. ഓരോ വോട്ടും ഒരു ശബ്ദമാണ്, ഒരു പ്രതീക്ഷയാണ്. ആ ശബ്ദങ്ങൾ ഒന്നിച്ചു ചേരുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കാനാണ് നമ്മളിന്ന് ശ്രമിക്കുന്നത്. നമുക്ക് കേരളത്തിലെ കുറ്റ്യാടി മണ്ഡലത്തിന്റെ രാഷ്ട്രീയ മനസ്സിലേക്ക് ആഴത്തിലിറങ്ങിച്ചെല്ലാം. ഈ വിശകലനം ഒരു യാത്ര പോലെയാണ്, 5 ഘട്ടങ്ങളിലൂടെ. ആദ്യം നമ്മൾ കുറ്റ്യാടിയുടെ ഭൂപ്രകൃതിയും ജനങ്ങളെയും പരിചയപ്പെടും. പിന്നെ അവരുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് കേൾക്കും. അതിനുശേഷം തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന സൂചനകൾ എന്താണെന്ന് നോക്കും. ഇതിൽ നിന്നെല്ലാം മികച്ച ഭരണത്തിനായുള്ള ഒരു വഴി കണ്ടെത്തും. അവസാനം കുറ്റ്യാടിയുടെ ഭാവി എന്തായിരിക്കുമെന്ന് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കും. ശരി, നമുക്ക് തുടങ്ങാം. കുറ്റ്യാടിയെ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ ആദ്യം അവിടുത്തെ മണ്ണിനെയും മനുഷ്യരെയും അറിയണം. കാരണം ഇതൊരു സാധാരണ മണ്ഡലമല്ല, പലതരം ജീവിതങ്ങൾ ഒരുമിച്ച് ചേരുന്ന ഒരിടമാണ്. കുറ്റ്യാടി എന്നു പറയുന്നത് ഒരൊറ്റ ഭൂപ്രദേശമല്ല, അതിന് 3 മുഖങ്ങളുണ്ട്. ഒന്ന്, കടലിനോട് ചേർന്ന് കിടക്കുന്ന തീരദേശം. ഇവിടെ ജീവിതം കടലിനെ ആശ്രയിച്ചാണ്. 2, കൃഷിയും കച്ചവടവും നിറഞ്ഞ ഇടനാട്. പിന്നെ ഏലവും കാപ്പിയും വിളയുന്ന മലയോര മേഖല. സ്വാഭാവികമായും ഈ 3ഇടങ്ങളിലെയും ആളുകളുടെ ആവശ്യങ്ങളും പ്രശ്നങ്ങളും വെവ്വേറെയാണ്. ഇനി അവിടുത്തെ ജനങ്ങളെപ്പറ്റി സംസാരിക്കാം. ഏകദേശം 2,28,000 ആളുകൾ. കോഴിക്കോട് ജില്ലയുടെ മൊത്തം കണക്ക് നോക്കിയാൽ 56% ഹൈന്ദവരും 39% മുസ്ലിങ്ങളുമാണ്. പക്ഷേ കുറ്റ്യാടിക്കുള്ളിൽ ഈ കണക്കുകൾ ഓരോ പഞ്ചായത്തിലും മാറും. ഉദാഹരണത്തിന് ആയഞ്ചേരിയിൽ മുസ്ലിം ജനസംഖ്യ 45%ആണെങ്കിൽ കുന്നുമലിൽ അത് വെറും 21%. ഈ വൈവിധ്യമാണ് കുറ്റ്യാടിയുടെ രാഷ്ട്രീയത്തെ ഇത്ര സങ്കീർണമാക്കുന്നത്. അക്കങ്ങളിൽ നിന്ന് നമുക്ക് തൽക്കാലം മാറി നിൽക്കാം. ജനങ്ങളുടെ ശബ്ദം കേൾക്കാം. എന്താണ് കുറ്റ്യാടിയിലെ ഒരു സാധാരണക്കാരന്റെ യഥാർത്ഥ പ്രശ്നം? എന്താണ് അവരുടെ ഉറക്കം കെടുത്തുന്നത്? അപ്പോ പ്രധാനമായും 4 കാര്യങ്ങളാണ് സാധാരണക്കാരുടെ ജീവിതത്തെ ശരിക്കും ബുദ്ധിമുട്ടിക്കുന്നത്. വെള്ളം, വഴി, ജീവനോപാധി, പിന്നെ വിലക്കയറ്റം. കുടിക്കാൻ വെള്ളമില്ല. കൃഷിക്ക് വെള്ളമെത്തിക്കുന്ന കനാലുകൾ ഉപയോഗശൂന്യമായി കിടക്കുന്നു. ദിവസവും യാത്ര ചെയ്യുന്ന റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞ് അപകടക്കെണിയായിരിക്കുന്നു. ചെറുപ്പക്കാർക്ക് ജോലിയില്ല. പ്രത്യേകിച്ചും ഗൾഫിൽ നിന്ന് പ്രതീക്ഷയേറ്റ് മടങ്ങിവന്നവർ എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുന്നു. ഇതിനെല്ലാം മുകളിൽ 5%-നടുത്തുള്ള വിലക്കയറ്റവും വന്യജീവികൾ കൃഷി നശിപ്പിക്കുന്നതും അവരുടെ ജീവിതം കൂടുതൽ ദുസ്സഹമാക്കുന്നു. ഒരു കർഷകന്റെ വിള നശിക്കുമ്പോൾ അത് വെറും ഒരു സാമ്പത്തിക നഷ്ടമായി കാണരുത്. അത് അവരുടെ ആത്മാഭിമാനത്തിന് ഏൽക്കുന്ന മുറിവാണ്. മാസങ്ങളോളം വിയർപ്പൊഴുക്കി വളർത്തിയെടുത്തത് കൺമുന്നിൽ നശിക്കുമ്പോൾ അത് അവരുടെ അന്തസ്സിനെയാണ് ചോദ്യം ചെയ്യുന്നത്. ഈയൊരു സാഹചര്യത്തിൽ 2021 തിരഞ്ഞെടുപ്പ് ഫലം നമ്മളോട് എന്താണ് പറയാൻ ശ്രമിക്കുന്നത്? ജനവിധിയിൽ ഒളിഞ്ഞിരിക്കുന്ന 3 പ്രധാനപ്പെട്ട സിഗ്നലുകൾ നമുക്ക് ശ്രദ്ധിച്ചു നോക്കാം. ആദ്യത്തെ സിഗ്നൽ, ഒരുപക്ഷേ ഏറ്റവും ഞെട്ടിക്കുന്നത് ഈ ഒരൊറ്റ സംഖ്യയാണ്, 333. അതെ, 2021 വിജയത്തിന്റെ ഭൂരിപക്ഷം വെറും 333 വോട്ടുകൾ. ഇതൊരു വ്യക്തമായ ജനവിധി അല്ല, മറിച്ച് മണ്ഡലം രാഷ്ട്രീയമായി ഒരു സ്തംഭനാവസ്ഥയിലാണെന്നതിന്റെ ഏറ്റവും വലിയ സൂചനയാണിത്. രണ്ടാമത്തെ കാര്യം നോക്കൂ, വോട്ടിംഗ് ശതമാനം. 2016-ലും 2021-ലും 84%-ന് മുകളിൽ. ഇതിനർത്ഥമെന്താ? ഇവിടത്തെ ജനങ്ങൾ വെറുതെ ഇരിക്കുന്നവരല്ല. അവർക്ക് രാഷ്ട്രീയത്തെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്, അവർക്ക് പ്രതീക്ഷകളുണ്ട്, അവർ മാറ്റം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഓരോ വോട്ടും ഇവിടെ ഇത്രയേറെ നിർണായകമാകുന്നത്. മൂന്നാമത്തെ സിഗ്നൽ കുറച്ചുകൂടി സങ്കീർണമാണ്. ബിജെപിയുടെ വോട്ട് വിഹിതത്തിലുണ്ടായ മാറ്റം. 2016-ൽ 12,000-ലധികം വോട്ടുണ്ടായിരുന്നത് 2021-ൽ 9,000-ൽ താഴെയായി. ഏകദേശം 3,000 വോട്ടുകളുടെ വ്യത്യാസം. എവിടെ പോയി ആ വോട്ടുകൾ? മത്സരം LDF, UDF എന്നീ 2 പ്രധാന മുന്നണികളിലേക്ക് പൂർണ്ണമായും കേന്ദ്രീകരിക്കുന്നുവെന്നാണിത് കാണിക്കുന്നത്. അടുത്ത തവണ ഈ വോട്ടുകൾ ആർക്ക് കിട്ടുന്നുവോ അവർ വിജയിക്കും. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളുടെ കഥ നോക്കിയാൽ മതി. 2016-ൽ IUML 1000-ൽ പരം വോട്ടിന് വിജയിക്കുന്നു. 2021-ൽ ചിത്രം നേരെ തിരിഞ്ഞു. CPIM വെറും 333 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ സീറ്റ് പിടിച്ചെടുക്കുന്നു. മണ്ഡലം ഒരു ഊഞ്ഞാൽ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുകയാണ്. ഓരോ തവണയും ഭൂരിപക്ഷം കുറഞ്ഞുവരുന്നു. അപ്പോ എന്തുകൊണ്ടാണ് ഈ ജനവിധി ഇത്രയും ദുർബലമായത്? സിറ്റിംഗ് MLAയുടെ പ്രകടനം പരിശോധിച്ചാൽ കാരണം വ്യക്തമാവും. ക്ഷേമപ്രവർത്തനങ്ങൾ ഒരു പരിധിവരെ നടന്നുവെങ്കിലും ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന റോഡ്, വെള്ളം പോലുള്ള അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടായില്ല. ഇത് ജനങ്ങളുടെ വിശ്വാസത്തിൽ വലിയൊരു വിള്ളലുണ്ടാക്കി. ഇതുപോലുള്ള രാഷ്ട്രീയമായി വിഭജിക്കപ്പെട്ട സാഹചര്യങ്ങളിലാണ് നമ്മളൊരു കാര്യം ഓർക്കേണ്ടത്. നമ്മുടെ ഭരണഘടന മുന്നോട്ടുവെക്കുന്ന ഒരു അടിസ്ഥാന മൂല്യമുണ്ട്: ഓരോ വ്യക്തിയുടെയും അന്തസ്സ്.
രാഷ്ട്രീയ സംവാദങ്ങൾ എത്ര തീവ്രമായാലും അത് വ്യക്തികളുടെ അന്തസ്സിനെ ചോദ്യം ചെയ്യുന്നതാകരുത്. ഉത്തരവാദിത്വത്തോടെയുള്ള പൊതുസംഭാഷണമാണ് ജനാധിപത്യത്തിന്റെ ആരോഗ്യം. അപ്പോൾ ചോദ്യം ഇതാണ്: ഈ നേരിയ ഭൂരിപക്ഷത്തെ എങ്ങനെ ഒരു യഥാർത്ഥ ജനപിന്തുണയാക്കി മാറ്റാം? ഡേറ്റയുടെ വെളിച്ചത്തിൽ ജനങ്ങളുടെ വിശ്വാസം നേടാൻ ആഗ്രഹിക്കുന്ന ഏതൊരു നേതാവിനും പിന്തുടരാവുന്ന ഒരു കർമ്മപദ്ധതിയാണ് നമ്മളിനി ചർച്ച ചെയ്യാൻ പോകുന്നത്. ശക്തമായൊരു അടിത്തറയ്ക്ക് 4 തൂണുകൾ വേണം. 1. തൊഴിൽ. പ്രത്യേകിച്ച് ഗൾഫിൽ നിന്നും മടങ്ങിയെത്തിയവരുടെ പ്രതിസന്ധിക്ക് പരിഹാരം കാണണം. 2. അടിസ്ഥാന സൗകര്യങ്ങൾ. പൊളിഞ്ഞ റോഡുകളും കനാലുകളും നന്നാക്കി ജനങ്ങൾക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന മാറ്റങ്ങൾ കൊണ്ടുവരണം. 3. ആരോഗ്യം. സാധാരണക്കാരനാവശ്യമായ ചികിത്സാ സൗകര്യങ്ങൾ ഉറപ്പാക്കണം. 4. ഒരുപക്ഷെ ഏറ്റവും പ്രധാനം, ജനങ്ങളോട് പ്രതികരിക്കുക. അവരുടെ പരാതികൾ കേൾക്കാനും പരിഹരിക്കാനും കാര്യക്ഷമമായൊരു സംവിധാനമുണ്ടാക്കുക. ഈ ലക്ഷ്യങ്ങൾ നേടാൻ 2 മുന്നണികൾക്കും അവരവരുടെ ശക്തികളുണ്ട്. UDFന് ജനങ്ങളുമായുള്ള ആഴത്തിലുള്ള ബന്ധങ്ങളും പ്രാദേശിക സ്ഥാനാർത്ഥികളുടെ സ്വീകാര്യതയും ഒരു മുതൽക്കൂട്ടാണ്. LDFനാണെങ്കിൽ സംസ്ഥാന ഭരണത്തിന്റെ പിൻബലവും ശക്തമായ കേഡർ സംവിധാനവുമാണ് കരുത്ത്. പക്ഷേ ഒരു കാര്യം മറക്കരുത്, ഏറ്റവും വലിയ സന്ദേശം പ്രസംഗമല്ല, പ്രവൃത്തിയാണ്. വർഷങ്ങളായി പൊളിഞ്ഞുകിടക്കുന്ന ഒരു റോഡ് നന്നാക്കുമ്പോൾ, ദാഹിച്ചു വലഞ്ഞൊരു ഗ്രാമത്തിലേക്ക് കുടിവെള്ളം എത്തുമ്പോൾ അത് 100 തെരഞ്ഞെടുപ്പ് പ്രസംഗങ്ങളേക്കാൾ ഫലം ചെയ്യും. ജനങ്ങൾക്ക് കാണാനും അനുഭവിക്കാനും കഴിയുന്ന മാറ്റങ്ങൾ, അതാണ് യഥാർത്ഥ രാഷ്ട്രീയം. നമ്മൾ ഈ ഡേറ്റയൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം എപ്പോഴും ഓർക്കണം: നമ്മുടെ ലക്ഷ്യം ജനങ്ങളെ സേവിക്കുക എന്നതാണ്, അല്ലാതെ അവരെ നിയന്ത്രിക്കാനല്ല. ഓരോ വ്യക്തിയുടെയും സ്വകാര്യതയെയും അന്തസ്സിനെയും നമ്മൾ ബഹുമാനിക്കണം. അവരുടെ അറിവോടും സമ്മതത്തോടും കൂടി അവരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ മാത്രമേ വിവരങ്ങൾ ഉപയോഗിക്കാവൂ. അതാണ് ശരിയായ ഭരണം. നമ്മുടെ ഈ വിശകലനത്തിന്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ കടക്കുകയാണ്. എന്താണ് കുറ്റ്യാടിയുടെ മുന്നോട്ടുള്ള വഴി? ഈ രാഷ്ട്രീയ സംഘർഷങ്ങൾക്കിടയിൽ നിന്ന് എങ്ങനെ ജനങ്ങളുടെ പൊതുവായ ലക്ഷ്യത്തിലേക്കെത്താൻ സാധിക്കും? ഇവിടെ ഒരു വലിയ അപകടം പതിയിരിപ്പുണ്ട്. രാഷ്ട്രീയ ബലാബലം ഇത്രയും നേർത്തതാവുമ്പോൾ ഭരണം സ്തംഭിച്ചുപോകാൻ സാധ്യതയുണ്ട്. അടുത്ത തലമുറയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിന് പകരം അടുത്ത തെരഞ്ഞെടുപ്പിൽ എങ്ങനെ ജയിക്കാമെന്ന് മാത്രം ചിന്തിക്കുന്ന ഒരവസ്ഥ, അത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ കിടക്കാൻ കാരണമാകും. പക്ഷേ ഇതിലൊരു വലിയ അവസരവുമുണ്ട്. ഈ ഡേറ്റയെ രാഷ്ട്രീയ മുതലെടുപ്പിന് ഉപയോഗിക്കുന്നതിന് പകരം മികച്ച ഭരണം രൂപകൽപ്പന ചെയ്യാൻ ഉപയോഗിക്കുക. തൊഴിൽ, റോഡ്, വെള്ളം, ആരോഗ്യം, ഈ മേഖലകളിൽ യഥാർത്ഥ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ളൊരു ഉപകരണമായി ഈ വിവരങ്ങളെ മാറ്റുക. അങ്ങനെയാണ് വെറും 333 വോട്ടിന്റെ ആ ദുർബലമായ ഭൂരിപക്ഷത്തെ പുരോഗതിക്കു വേണ്ടിയുള്ള ഒരു യഥാർത്ഥ ജനവിധിയാക്കി മാറ്റാൻ കഴിയുക. അതാണ് രാഷ്ട്രീയത്തിനപ്പുറമുള്ള ലക്ഷ്യം: ജനങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല മാറ്റം കൊണ്ടുവരിക. ഒരു ജനകീയ നേതാവാകാനും നിങ്ങളുടെ മണ്ഡലത്തെ ഉയരങ്ങളിലെത്തിക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ blueprintstrategies.ai ബന്ധപ്പെടുക. ഞങ്ങളുടെ ഇമെയിൽ mgr@blueprintstrategies.ai അല്ലെങ്കിൽ 08042041602 എന്ന നമ്പറിൽ വിളിക്കുക. രാഷ്ട്രീയത്തിനപ്പുറം ഒരു ലക്ഷ്യമുണ്ട്.